ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നും നമ്മളൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങളൊരു തായ് ക്വിസീൻ പ്രേമികളാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ മെയിനായിട്ട് ഓർഡർ ചെയ്യണ ഒരു ഐറ്റമാണ് തായ് ഗ്രീൻ കറി. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളുള്ളിയും ഇഞ്ചിയും ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വന്നോട്ടെ. എന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാൻ വെള്ള ഉള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സാലഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഉള്ളി. അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഉപ്പ് മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ കേട്ടോ. സോ നല്ല കെയർഫുൾ ആവുക. വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, ഒരു 1/4 ടീസ്പൂൺ മേ ബി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ പച്ചക്കറികളാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് പച്ചക്കറികളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്രോസൺ പച്ചക്കറികളാണ് ഇട്ടിരിക്കുന്നത്, അതാണ് എനിക്ക് എല്ലാം കിട്ടിയത്, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാവില്ല അതിൽ. സോ എൻ്റെ കയ്യിലുള്ള ഫ്രോസൺ സെറ്റിൽ കോളിഫ്ലവർ, ക്യാരറ്റ്, ബ്രോക്കലി, കുക്കുംബർ ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കണം അതിലേക്ക്. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ മറന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രീൻ തായ് കറി പേസ്റ്റാണ്. ഇത് ഓൾറെഡി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച റെഡിമെയ്ഡ് പേസ്റ്റാണ്. നമുക്ക് വീട്ടിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നിട്ട് തരാം. സോ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ തായ് ഗ്രീൻ കറി പേസ്റ്റ് ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്, കാരണം അത് അത്ര എരിവുണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സോ നിങ്ങൾ ഇടുന്നതിൻ്റെ മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യണത്. സോ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിൽ ഈ പച്ചക്കറിയിൽ ഈ പേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇടയിൽ നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് അടിപിടിക്കും. സോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കോക്കനട്ട് മിൽക്കാണ്. സോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു 14 ounce കോക്കനട്ട് മിൽക്കാണ്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതെന്തിനാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. സോ ഈ കോക്കനട്ട് മിൽക്ക് ഞാൻ മുഴുവൻ ഒഴിക്കുകയാണ് ഇതിലേക്ക്. നമ്മുടെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനെക്കാട്ടിലും ഗുണമാണ് കേട്ടോ. സോ എഗെയിൻ നന്നായി സോട്ട് ചെയ്യുക ഒരു 5 മിനിറ്റ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ആ ടിന്നില്ലേ, അതിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അതാണ് വെള്ള കളറ്. സോ ഇനി ഞാൻ ചേർത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു മിക്സാണ്. അതിൽ കോക്കനട്ട് മിൽക്കിൽ ബേസിൽ ലീവ്സും പച്ചമുളകും മല്ലിയിലയും കൂടി മിക്സ് ചെയ്തത് ഒരു മിക്സാണത്. അതാണ് നമ്മൾ പിന്നെ ചേർത്ത് കൊടുത്തത്. അതാണ് ഞാൻ കോക്കനട്ട് മിൽക്ക് വേറെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞത്. സോ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബ്രൗൺ ഷുഗർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാ ഷുഗർ ആയാലും ഓക്കെ തന്നെയാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. അതുകൂടാതെ ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. സോ സോയ സോസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉപ്പിടാത്തത്, ഉപ്പിന് പകരമാണ് സോയ സോസ്. സോ അത്രേ ഉള്ളൂ. ഇനി അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിത്തലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ തായ് ഗ്രീൻ കറി റെഡി. ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് ആ ബേസിലിൻ്റെ പേസ്റ്റ് ഇല്ലേ, അതാണ്. അത് കളർ മാത്രമല്ല തരുന്നത്, ആ ഫ്ലേവറും കൂടി തരുന്നുണ്ട്, ഓത്തൻറ്റിക് തായ് കറീൻ്റെ ഫ്ലേവർ. സോ ഇത് റൈസിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുക. ഞങ്ങളുടെ കയ്യിൽ ജാസ്മിൻ റൈസൊന്നുമില്ല, ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ബസ്മതി റൈസ് തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.